ഇങ്ങനെ ഒരു മുനിസിപ്പാലിറ്റിയെ എങ്ങനെയും തോപ്പിക്കണമല്ലോ. അത് ജനങ്ങളുടെ ആഗ്രഹം, ഏത് വിധേനയും തോപ്പിക്കണമല്ലോ, ജനങ്ങളുടെ ആഗ്രഹമാണ്. ആ ആഗ്രഹം ഈ മുനിസിപ്പാലിറ്റി നടക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കണ്ണൂർ കോർപ്പറേഷന്റെ 140 കോടി രൂപയുടെ തട്ടിപ്പ് ശ്രമം കഴിഞ്ഞ ദിവസം ചീഫ് സെക്രട്ടറി അധ്യക്ഷനായിട്ടുള്ള അമൃത് പദ്ധതിയുടെ സംസ്ഥാനതല സ്റ്റിയറിംഗ് കമ്മിറ്റി റദ്ദാക്കിയിരിക്കുകയാണ്, തടഞ്ഞിരിക്കുകയാണ്. കണ്ണൂർ കോർപ്പറേഷൻ തട്ടിക്കൂട്ടിയ ടെൻഡർ നടപടികളിലൂടെ ഒരു പ്രത്യേക കോൺട്രാക്ടർക്ക് കോടികളുടെ, ആ കോടികൾ എന്ന് പറയുന്നത് ചെറിയ കോടികളല്ല, കോടികളുടെ അഴിമതി നടത്താൻ അവസരമൊരുക്കി അതിൻ്റെ പങ്ക് പറ്റാനുള്ള പരിശ്രമമാണ് നടത്തിയത്. അതാണ് സംസ്ഥാനതല സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ഇടപെടലിലൂടെ തടയപ്പെട്ടിട്ടുള്ളത്. യഥാർത്ഥത്തിൽ നേരത്തെ മുൻ മേയറുടെ നേതൃത്വത്തിൽ കണ്ണൂർ കോർപ്പറേഷനിൽ നടന്നിട്ടുള്ള അഴിമതികളൊക്കെ നാട്ടിൽ പാട്ടായിരുന്നു. നിങ്ങൾ തന്നെ പലതവണ അത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. ചേലോറ ട്രഞ്ചിങ് ഗ്രൗണ്ട്, അവിടെ ഖരമാലിന്യം നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നീക്കം ചെയ്ത മാലിന്യത്തിൻ്റെ അളവ് പെരുപ്പിച്ച് കാണിച്ച്, അഥവാ മാലിന്യം നീക്കം ചെയ്യാതെ എംബുക്കിൽ കള്ളക്കണക്ക് എഴുതി വെച്ച് 1.7 കോടി രൂപയുടെ 1,77,00,000 രൂപയുടെ തട്ടിപ്പ് നടത്തി എന്ന് കണ്ടെത്തിയത് CAG. CAG റിപ്പോർട്ടിൽ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു. അവിടെയുള്ള കരമാലിന്യത്തിൻ്റെ അളവ് കണക്കാക്കുന്നതിന് വേണ്ടി കോഴിക്കോട് NIT ആണ് ഏൽപ്പിച്ചിരുന്നത്. NIT പഠിച്ച് റിപ്പോർട്ട് നൽകിയതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഖരമാലിന്യം നീക്കം ചെയ്യാൻ വേണ്ടി വർക്ക് അവാർഡ് ചെയ്തത്. അതേ NITയെ CAG പരിശോധിക്കാൻ വേണ്ടി വിട്ടു. പരിശോധിച്ചപ്പോൾ നീക്കം ചെയ്ത കരമാലിന്യവും നീക്കം ചെയ്തു എന്ന് എംബുക്കിൽ രേഖപ്പെടുത്തിയ കരമാലിന്യവും തമ്മിൽ അളവിൽ വലിയ വ്യത്യാസം. NIT പരിശോധനയിൽ 24,042 ലക്ഷം ക്യൂബിക് മീറ്റർ കരമാലിന്യം നീക്കം ചെയ്തു എന്നാണ് കണ്ടെത്തിയത്. എന്നാൽ എംബുക്കിൽ രേഖപ്പെടുത്തിയത്, നീക്കം ചെയ്തതായി കണക്കാക്കിയത് 1.23 ലക്ഷം ക്യൂബിക് മീറ്റർ നീക്കം ചെയ്തു എന്ന കള്ളക്കണക്കാണ് എഴുതി വെച്ചത്. അപ്പോൾ നീക്കം ചെയ്യാതെ കരമാലിന്യത്തിൻ്റെ പേരിൽ എംബുക്കിൽ കള്ളക്കണക്ക് എഴുതി അന്ന് തന്നെ 1.25 ലക്ഷം കോടി രൂപ തട്ടിയെടുത്ത കോർപ്പറേഷനാണ് കണ്ണൂർ കോർപ്പറേഷൻ. ഇത് CAG റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അന്ന് തുടങ്ങിയിട്ടുള്ള തട്ടിപ്പ്, ആ തട്ടിപ്പ് പിന്നീട് തുടർക്കഥയായിരുന്നു. അതാണ് നമ്മുടെ പടന്നപ്പാലം STPയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണ്ടത്. ഗാർഹിക ഉപഭോക്താക്കൾക്ക് അവർക്ക് ദ്രവമാലിന്യം, അവരുടെ വീടുകളിൽ നിന്ന് ഉണ്ടാകുന്ന ദ്രവമാലിന്യം സംസ്കരിക്കുന്നതിന് വേണ്ടിയാണ് STP ഉണ്ടാക്കിയത്. എന്നാൽ STP തന്നെ ഇപ്പോൾ പലയിടങ്ങളിലും ചോർന്നൊലിക്കുന്നത് നമ്മൾ കണ്ടു. പടന്നപ്പാലത്തേക്ക് സംസ്കരിക്കാത്ത ജലം ഒഴുക്കി വിടുന്നത് നമ്മൾ കണ്ടു. ഇങ്ങനെ ഉണ്ടാവാനുള്ള കാരണം ഈ ദ്രവമാലിന്യം
അതിൻ്റെ കപ്പാസിറ്റിയിൽ കൂടുതൽ അഥവാ കമേഴ്സ്യൽ ബിൽഡിങ്ങിൽ നിന്ന് കൈക്കൂലി വാങ്ങി അതിൻ്റെ കണക്ഷൻ ഉൾപ്പെടെ ഇതിൽ കൊടുത്തതിൻ്റെ ഫലമായിട്ടാണ് ഇത് വർക്ക് ചെയ്യാതെ പോയിട്ടുള്ളത് എന്നുള്ളതാണ് ഒരു ഭാഗം. രണ്ടാമത്തെ ഭാഗം, STP സംസ്ഥാന സർക്കാരിൻ്റെയും അതുപോലെ തന്നെ അമൃത് മിഷൻ്റെയും എല്ലാം ഡയറക്ഷൻ അനുസരിച്ച് STPക്ക് കരാറ് നൽകുന്ന സമയത്ത് ചുരുങ്ങിയത് AMC 5 വർഷത്തെ AMC എങ്കിലും ഉണ്ടാവണം. AMC എന്ന് പറഞ്ഞാൽ ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റ്. ഇത് AMC ഇല്ല. AMC ഇല്ലാതെ കരാറ് നൽകുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനൊരു STP സ്ഥാപിച്ച് ആ കോൺട്രാക്ടർക്ക് ഇത് തുടർന്ന് പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്താതെ രക്ഷപ്പെടാനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് ഇപ്പോൾ അവർ AMCക്ക് വേണ്ടി പുതിയ ടെൻഡർ വിളിച്ചിരിക്കുകയാണ്. അതുവഴി വീണ്ടും അധിക തുക കോടികൾ നൽകാനുള്ള അവസരം ഒരുക്കിയിരിക്കുകയാണ്. ഇങ്ങനെ തട്ടിപ്പുകളുടെ ഒരു ഘോഷയാത്രയാണ്. ഇപ്പം നമ്മൾ കണ്ടു മൾട്ടി ലെവൽ തട്ടിപ്പ്. മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് എന്ന് പറയുന്ന ആശയം തുടങ്ങിയത് കണ്ണൂർ കോർപ്പറേഷനിൽ ഇടതുപക്ഷ അധികാരത്തിലുള്ളപ്പോഴാണ് അത് സംബന്ധിച്ച് കാഴ്ചപ്പാട് അവതരിപ്പിച്ചത്, DPR തയ്യാറാക്കിയത്. പക്ഷെ പിന്നീട് ടെൻഡർ നടപടികളിലേക്ക് പോയപ്പോൾ അതും ഇപ്പോൾ കോർപ്പറേഷൻ മേയർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇടതുപക്ഷം തുടങ്ങിയല്ല, അതെ ഞങ്ങളാണത് ആവിഷ്കരിച്ചത്. പക്ഷെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും മാറ്റി മറിച്ചു. എന്നിട്ട് ഏറ്റവും ഗുണനിലവാരം കുറഞ്ഞ സാധനങ്ങൾ കൊണ്ടുവന്ന് അവിടെ ഫിക്സ് ചെയ്ത്, ഇതിപ്പോൾ രണ്ടാമത്തെ ഉദ്ഘാടനമല്ലേ ചെയ്തത്, നേരത്തെ ഒരു ഉദ്ഘാടനം ചെയ്തല്ലോ. ഉദ്ഘാടനം ചെയ്തിട്ട് എത്ര കാലമാണ് അത് പ്രവർത്തിക്കാതെ ഇരുന്നത്? ഇപ്പോൾ പുതിയ ഉദ്ഘാടനം ചെയ്തു, അതിൽ വണ്ടികൾ കയറുന്നില്ല. ഇനിയിപ്പോൾ എത്ര കാലം പ്രവർത്തിക്കുന്നത് കണ്ടു തന്നെ അറിയണം. നിങ്ങൾ പോയി നോക്കിയാൽ അറിയും, പലയിടങ്ങളിലും തുരുമ്പടിച്ച് കിടക്കുകയാണ്. ഗുണനിലവാരമില്ലാത്ത സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു മൾട്ടി ലെവൽ തട്ടിപ്പും കൂടി അവിടെ നടത്തി. എന്തിനധികം പറയുന്നു, മൃതദേഹം ദഹിപ്പിക്കാനുള്ള വിറക് വിറ്റ് പോലും കാശുണ്ടാക്കുന്ന ഒരു കോർപ്പറേഷനെ കുറിച്ച് എന്ത് പറയാനാണ്? നമ്മൾ കണ്ടില്ലേ, മൃതദേഹം ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് 3-4 മൃതദേഹങ്ങൾ ഒന്നിച്ച് ക്യൂ നിന്ന് എത്രയോ തവണ നോക്കുമ്പോൾ അവിടെ വിറകില്ല. എന്താ വിറക് വരാതിരിക്കാൻ കാരണം? വിറകിന് ക്ഷാമമാണത്രേ. ആ സമയത്ത് ഞാനവിടെ പോയിരുന്നു, ഈ ക്ഷാമം എന്ന് പറഞ്ഞ സമയത്ത്. അവിടെ പോയി ഒരു അരമണിക്കൂർ അവിടെ ഇരിക്കുമ്പോഴേക്ക് ടണ്ണ് കണക്കിന് വിറക്, മാസക്കണക്കിന് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന വിറക് അവിടെ വന്ന് നിറഞ്ഞു. എന്താ കാര്യം? കൃത്രിമ ക്ഷാമമുണ്ട് എന്ന് വരുത്തി തീർക്കുക, എന്നിട്ട് അതിൻ്റെ പങ്ക് പറ്റുക. വിറക് ക്ഷാമമുണ്ട് എന്ന് വരുത്തി തീർക്കുക, എന്നിട്ട് അതിൻ്റെ പങ്ക് പറ്റുക. മുൻ മേയറിൽ നിന്നും തുടങ്ങിയതാണ് ഈ തട്ടിപ്പ്. കോൺഗ്രസ് തുടങ്ങി വെച്ച തട്ടിപ്പ് അതിഗംഭീരമായി മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയാണ് ലീഗിൻ്റെ നേതാവ് പുതിയ മേയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും സംസ്ഥാനതല ടെക്നിക്കൽ കമ്മിറ്റിയും അതുപോലെ തന്നെ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായിട്ടുള്ള സംസ്ഥാനതല സ്റ്റിയറിംഗ് കമ്മിറ്റി പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ടാണ് ഈ ടെൻഡർ നടപടികൾ റദ്ദ് ചെയ്തത്. ഇപ്പം എന്തൊക്കെയാണ് അംഗീകരിച്ചത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞല്ലോ, നമ്മുടെ മേയർ DBOTയുടെ അനുമതി കിട്ടിയതിന് ശേഷമാണ് ടെൻഡർ ചെയ്തത്. അതിന് അമൃത് മിഷൻ ഡയറക്ടറുടെ കത്തുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കത്തുണ്ടായില്ലെന്ന് ആരും പറഞ്ഞിട്ടില്ല. വാട്ടർ അതോറിറ്റി ടെൻഡർ നടപടികളിലേക്ക് പോയപ്പോൾ വാട്ടർ അതോറിറ്റി വേണ്ട, ഞങ്ങൾ തന്നെ സ്വന്തം നിലക്ക് ടെൻഡർ ചെയ്തോളും എന്ന് പറഞ്ഞിട്ട് സംസ്ഥാനത്താകെ നേരത്തെ നമ്മുടെ പഠനപാലത്ത് നടപ്പിലാക്കിയിട്ടുള്ള 1 MLD പ്രോജക്റ്റ് ഉണ്ടല്ലോ, അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ അടുത്ത ഘട്ടത്തിൽ പറയാം. സംസ്ഥാന സർക്കാർ ടെൻഡർ ചെയ്യാൻ വേണ്ടി പോയ പ്രോജക്റ്റ് ആയിരുന്നു. ആ പ്രോജക്റ്റ് കണ്ണൂർ കോർപ്പറേഷൻ പറഞ്ഞു, സംസ്ഥാന സർക്കാർ അഥവാ വാട്ടർ അതോറിറ്റി ചെയ്യേണ്ട, ഞങ്ങൾ തന്നെ ചെയ്തോളൂ. അതിന് കുറേ കാരണങ്ങൾ പറഞ്ഞു. അങ്ങനെ ചെയ്തോളുമെന്ന് പറഞ്ഞുകൊണ്ട് നടപ്പിലാക്കിയ പദ്ധതിയാണ്
നമ്മൾ നേരത്തെ കണ്ട പദ്ധതി. അതാണ് ഇപ്പോൾ ചോർന്നൊലിക്കുന്ന നിങ്ങൾ കണ്ടത്. എന്തിനാണ് വാട്ടർ അതോറിറ്റിയിൽ നിന്ന് ആ അധികാരം ചോദിച്ചു വാങ്ങിയിട്ട് സ്വയം ഏറ്റെടുത്ത് നടത്തിയത് എന്ന് നിങ്ങൾ ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും. ഇതിൽ ഈ പ്രോജക്റ്റിൻ്റെ കാര്യത്തിലും വാട്ടർ അതോറിറ്റി ആയിരുന്നു ഈ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടിയിരുന്നത്. അമൃത് പദ്ധതി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന വാട്ടർ അതോറിറ്റിയാണ്. അതിൻ്റെ ടെൻഡർ നടപടികളൊക്കെ സ്വീകരിക്കുന്ന വാട്ടർ അതോറിറ്റിയാണ്. കാരണം അവർക്കാണ് അതിൻ്റെ എക്സ്പെർട്ടൈസ് ഉള്ളത്. പക്ഷേ കണ്ണൂർ കോർപ്പറേഷൻ വാട്ടർ അതോറിറ്റി അല്ല, ഞങ്ങൾ തന്നെ ഇക്കാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടാണ് വാട്ടർ അതോറിറ്റിക്ക് അപേക്ഷ കൊടുക്കുന്നത്. ആ അപേക്ഷ കൊടുത്തത് അംഗീകരിക്കണോ വേണ്ടയോ എന്നുള്ളതായിരുന്നു സ്റ്റേറ്റ് ലെവൽ സ്റ്റിയറിംഗ് കമ്മിറ്റി പരിഗണിച്ചത്. അതിൽ വർക്കിൻ്റെ ഡീറ്റെയിൽ പറയുകയാണ്. ഇത് സ്റ്റേറ്റ് ലെവൽ സ്റ്റിയറിംഗ് കമ്മിറ്റിൻ്റെ മിനിറ്റ്സാണിത്. ആ മിനിറ്റ്സിൽ വർക്കിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞിട്ട് ഇങ്ങനെയാണ് പറയുന്നത്: ദ ULB വാണ്ട്സ് ടു എക്സിക്യൂട്ട് ദ സെവറേജ് പ്രോജക്റ്റ് ഓൺ ദെയർ ഓൺ ഇൻ ദ DOBT മോഡ് ഇൻസ്റ്റെഡ് ഓഫ് എക്സിക്യൂട്ടിംഗ് ഇറ്റ് ത്രൂ KWA ഫോർ ദ ഫോളോയിങ് റീസൺസ്. ULB എന്ന് പറഞ്ഞാൽ അർബൻ ലോക്കൽ ബോഡി എന്ന് പറഞ്ഞാൽ കോർപ്പറേഷൻ. ഇപ്പോൾ കോർപ്പറേഷന് താഴെ പറയുന്ന കാരണങ്ങൾ കൊണ്ട് ഈ പ്രോജക്റ്റ് സ്വന്തം നിലയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാ? ഒന്ന്, ദ KWA വാസ് ദ ഡെസിഗ്നേറ്റഡ് ഇംപ്ലിമെൻറ്റേഷൻ ഏജൻസി അറ്റ് ദ ടൈം ഓഫ് ദി SWAP approval and the issuance of AS, but there has been a huge delay in preparation of DPR by KWA. DPR പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ടർ അതോറിറ്റി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി സമയം കുറേ എടുക്കും. ഇപ്പോൾ DPR ഉണ്ടോ? ഇപ്പോൾ കോർപ്പറേഷൻ കണ്ടുപിടിച്ച വഴി എന്താ? DPR പോലും ഇല്ലാതെ ടെൻഡർ വിളിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. DPR ഇല്ലാതെ ടെൻഡർ വിളിച്ച ഒരു പ്രോജക്റ്റാണ് കണ്ണൂർ കോർപ്പറേഷൻ വിളിച്ചിട്ടുള്ള 140 കോടി രൂപയുടെ പ്രോജക്റ്റ്. ഒരു പറഞ്ഞത് DPR തയ്യാറാക്കാൻ സമയമെടുക്കൂ, അതുകൊണ്ട് ഞങ്ങൾ നടത്തിക്കൊള്ളാം എന്ന് പറഞ്ഞ് DPR ഇല്ലാതെ ടെൻഡർ വിളിച്ചു. രണ്ടാമത്തെ പറയുകയാണ്, ദ ULB ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദ ക്വാളിറ്റി ഓഫ് ദ റോഡ് റീസ്റ്റോറേഷൻ വർക്ക് ഡൺ ബൈ കേരള വാട്ടർ അതോറിറ്റി. മൂന്നാമതായി, എക്സിക്യൂട്ടിംഗ് ദ പ്രോജക്റ്റ് ഓൺ ദെയർ ഓൺ വിൽ ഹെൽപ്പ് ദ ULB ഇൻ സോൾവിങ് പബ്ലിക് റിലേറ്റഡ് ഇഷ്യൂസ് ഇൻ എ ബെറ്റർ വേ. വാട്ടർ അതോറിറ്റി ചെയ്തു കഴിഞ്ഞാൽ നാട്ടുകാർ ചിലപ്പോൾ സമരം നടത്തി ഞങ്ങൾ നടത്തി കഴിഞ്ഞാൽ ആ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് തന്നേക്ക്. പിന്നെ അതിൻ്റെ കൂടെ പറഞ്ഞു, ദ ULB ഹാസ് എക്സ്പീരിയൻസ് ഓഫ് സക്സസ്ഫുള്ളി എക്സിക്യൂട്ടിംഗ്, കമ്മീഷനിങ് ആൻഡ് റണ്ണിങ് ആൻ STP വിത്ത് എ സീവർ നെറ്റ്വർക്ക് അറ്റ് പടന്നപ്പാലത്തുള്ള എക്സ്പീരിയൻസ് ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾ നടത്തിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ടാണ് കത്ത് കൊടുത്തത്. ഈ കത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സാധാരണ നിലയിൽ ഇങ്ങനെ ഒരു കാര്യം ഉന്നയിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അംഗീകരിക്കാതിരിക്കേണ്ട കാര്യമില്ല. എന്നാൽ പിന്നെ നിങ്ങൾ നടത്തിക്കോന്ന് പറയാനേ ഉള്ളൂ. ആ കാര്യം ഈ SLTCയുടെ സ്റ്റേറ്റ് ലെവൽ ടെക്നിക്കൽ കമ്മിറ്റിയുടെയും അതുപോലെ തന്നെ അതിൻ്റെ മേലെയുള്ള സംസ്ഥാനതല സ്റ്റിയറിംഗ് കമ്മിറ്റി, അതാണ് ചീഫ് സെക്രട്ടറി അധ്യക്ഷനായിട്ടുള്ള സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ പരിഗണനക്ക് വരുന്ന മിനിറ്റ്സാണ് ഈ മിനിറ്റ്സ്. പക്ഷെ ഈ തീരുമാനം വരുന്നതിന് മുമ്പ് അതാണ് നമ്മുടെ മേയർ പറയുന്ന, ഞങ്ങൾക്ക് അമൃത് മിഷൻ്റെ ഡയറക്ടർ ഒരു കത്ത് തന്നു എന്ന് പറയുന്ന കത്താണ് ഈ കത്ത്. ഞങ്ങൾക്ക് അനുമതി തന്നു. ഞാൻ അതുകൂടി വായിക്കാം. This is to inform you that, as per the reference cited above, Kannur Municipal Corporation urgently requests initiating tender proceedings such and such എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് പറയുകയാണ്, വി പ്രപ്പോസ് ദ ഫോളോയിങ് അപ്രോച്ച്. ടെൻഡർ നടപടിയിലേക്ക് നീങ്ങാമെന്ന് പറഞ്ഞിട്ട് വി പ്രപ്പോസ് ദ ഫോളോയിങ് അപ്രോച്ച്. വൈൽ ടെൻഡറിംഗ് മേ കമൻസ് ഇമ്മീഡിയറ്റ്ലി, formal award of work shall be strictly contingent upon receipt of SHPSC. SHPSC എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ലെവൽ സ്റ്റിയറിംഗ് കമ്മിറ്റിയാണ് SHPSC, ആൻഡ് SLTC അപ്രൂവൽസ്, സ്റ്റേറ്റ് ലെവൽ ടെക്നിക്കൽ കമ്മിറ്റി. ഈ രണ്ടിൻ്റെയും അപ്രൂവലിന് വിധേയമായിട്ട് മാത്രമേ ടെൻഡർ അവാർഡ് ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ ഈ അപ്രൂവലൊന്നും വരുന്നതിന് മുമ്പ് ടെൻഡർ അവാർഡ് ചെയ്തതിൻ്റെ രേഖയാണ് ഇതാ.
കോയ ആൻഡ് കമ്പനി, അയ്യപ്പ ഇൻഫ്രാ പ്രോജക്ട്സ് 2 പേരടങ്ങുന്ന ജോയിൻറ്റ് വെഞ്ചറിന് വർക്ക് അവാർഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് 29/9/25. ഇതാണ് വർക്ക് അവാർഡ് ചെയ്തത്. ഈ സാധനമാണ് ക്യാൻസൽ ചെയ്തത്. വർക്ക് അവാർഡ് ചെയ്തിരിക്കുക. കോർപ്പറേഷൻ മേയർ പറഞ്ഞത് ഇല്ലാത്ത അവാർഡ് എങ്ങനെയാണ് ക്യാൻസൽ ചെയ്യേണ്ടത്. ഇതാണ് വർക്ക് അവാർഡ് ചെയ്തതിൻ്റെ രേഖ. നിങ്ങൾക്ക് എല്ലാവർക്കും വേണമെങ്കിൽ കൈമാറാം. മേയർ സത്യം പറയണം. ഞാനൊരു വസ്തുതാപരമായിട്ടുള്ള കാര്യം കൃത്യമായ രേഖകൾ സഹിതം പറയുമ്പോൾ എനിക്കെതിരായിട്ട് വ്യക്തിപരമായി എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. ബഹുമാനപ്പെട്ട മേയർ, താങ്കൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് അത് തെറ്റാണ് എന്ന് പറയാൻ, അതിനെ കണ്ണിക്കാൻ എന്തെങ്കിലും ഒരു കാര്യം കണ്ണൂർ കോർപ്പറേഷന് പറയാനുണ്ടോ? താങ്കൾ പറഞ്ഞത് വർക്ക് അവാർഡ് ചെയ്തില്ല എന്നാ. ശരിയാ, LOA എന്നതിന് പറയാം, ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ്. നിങ്ങളുടെ ടെൻഡർ പ്രപ്പോസൽ ഞങ്ങൾ ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു, ഇനി അടിയന്തരമായിട്ട് അഗ്രിമെന്റ് വെക്കണം. ഇതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റിയുടെ അനുമതിക്ക് വിധേയമായിട്ട് മാത്രമേ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ എന്ന് ഇങ്ങനെ ഒരു കത്തുണ്ടായിട്ട് ആ കത്തിനൊരു വിലയും കൽപ്പിക്കാതെ ഇങ്ങനെ വർക്ക് അവാർഡ് ചെയ്യാൻ നിങ്ങൾക്ക് എന്താണ് അധികാരം? ഇത് ആർക്ക് വേണ്ടിയാണ്? ഇത് നാട്ടുകാർക്ക് വേണ്ടിയാണോ? ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണ്? താങ്കൾ പറയണം. അതിനുശേഷം ഉള്ള വാക്കുകൂടി ഞാൻ വായിക്കാം. ദിസ് അപ്രോച്ച് enables urgent tender initiation while ensuring full compliance with Amrit 2 protocols. എന്ന് പറഞ്ഞാൽ അമൃത് 2 പ്രോട്ടോകോൾ അനുസരിച്ച് മാത്രമേ ഇത് മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ പാടുള്ളൂ. എന്നിട്ട് പറയുകയാണ്, വി അണ്ടർടേക്ക് ടു സ്ട്രിക്ട്ലി അധിയർ ടു ദ കണ്ടീഷണൽ അവാർഡ് റിക്വയർമെന്റ് ആൻഡ് സെക്ടറൽ പ്രയോറിറ്റീസ്. അപ്പോൾ അമൃത് 2 പ്രോട്ടോകോള് ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ഈ കാര്യങ്ങൾ മുമ്പോട്ടേക്ക് നീക്കേണ്ടത് പറയാണ്. എന്താണ് അമൃത് 2 പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ? ആ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രോജക്റ്റിന് കൃത്യമായിട്ട് അമൃത് 2 നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കിട്ടും. അമൃത് 2 പ്രോട്ടോകോൾ എന്ന് വെബ്സൈറ്റിൽ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് വയ്ക്കുമോ, അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. എൻ്റെ കയ്യിൽ രേഖയുണ്ട്, നിങ്ങൾക്ക് ആ രേഖ ഞാൻ തരാം. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ടെൻഡർ നടപടിയിലേക്ക് പോകുന്ന സമയത്ത് ഒരു ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് വേണം. അതുപോലെ തന്നെ ആ പ്രോജക്റ്റ് റിപ്പോർട്ട് സംബന്ധിച്ച് ടെക്നിക്കലായിട്ട് അത് ഇവാലുവേറ്റ് ചെയ്യണം. ഏത് മേഖലയിലാണ്, ഏതൊക്കെ മേഖല കവറേജ് ചെയ്യുന്ന മേഖല ഏതൊക്കെയാണ്, അങ്ങനെ കവറേജ് ചെയ്യുന്ന മേഖലയിൽ ഏത് വിധത്തിലുള്ള എഫ്ലുവൻ്റ് ആണ് വരുന്നത്, ഏത് വിധത്തിലുള്ള മാലിന്യമാണ് വരുന്നത്, ആ മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യാൻ അല്ലെങ്കിൽ സംസ്കരിക്കുന്നതിന് വേണ്ടി എന്ത് ടെക്നോളജിയാണ് ഉപയോഗിക്കേണ്ടത്, അതിനുപയോഗിക്കേണ്ട ഉപകരണങ്ങൾ എന്തൊക്കെയാണ് എന്നത് സംബന്ധിച്ചെല്ലാം കൃത്യമായി DPR വേണം. ആ DPR ഇല്ല. നിങ്ങളിതാ ഈ പറയുന്ന ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസിൽ പറയുന്ന 60 ദിവസം കഴിഞ്ഞിട്ട് DPR ഇദ്ദേഹത്തോട് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, കോൺട്രാക്ടറോട്. നമ്മൾ മനസ്സിലാക്കണം. വാട്ടർ അതോറിറ്റി DPR ഉണ്ടാക്കി കഴിഞ്ഞാൽ സമയമെടുക്കുമെന്ന് പറഞ്ഞിട്ട് DPR പോലും ഇല്ലാതെ എങ്ങനെയാണ് ഇത്ര തുക വേണമെന്ന് എങ്ങനെയാ ഇവർ കണ്ടുപിടിച്ചേ? DPR ഇല്ലാതെ, ഒരു സർവേ നടത്താതെ, ഒരു പരിശോധന നടത്താതെ 140 കോടി രൂപയുടെ പ്രോജക്റ്റാണ് ഈ പ്രോജക്റ്റ് എന്ന് എങ്ങനെ കണ്ടുപിടിച്ചു? എന്നിട്ടാണ് ഈ വർക്ക് അവാർഡ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹത്തോട് പറയുകയാണ് 60 ദിവസം കൊണ്ട് DPR തയ്യാറാക്കി തരണമെന്ന്. ഇതാ നിങ്ങൾ വായിച്ചു വയ്ക്കുക. എന്തൊരു തട്ടിപ്പായി തട്ടിപ്പ്! നിങ്ങൾ നോക്കും, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഈ ഇതിനകത്ത് പോയിന്റ് ടു പോയിന്റ് ആയിട്ട് ഞാൻ വായിക്കുന്നില്ല. അതായത് ഒന്നാമതായിട്ട് പറയുന്നു 7 MLD ട്രീറ്റ്മെന്റ് പ്ലാന്റ് ആണ് വേണ്ടത് എന്ന് ഇവരുടെ പ്രപ്പോസലുണ്ട്. ആ 7 MLD കണക്കാക്കിയത് എങ്ങനെയാണ് എന്ന് വ്യക്തതയില്ല. ദാറ്റ് ഈസ് വെയ്ഗ്. ഉപയോഗിച്ച വാക്കതാണ് വെയ്ഗ്. അപ്പോൾ വെയ്ഗ് ആയിട്ടുള്ള ഒരു സാധനം തയ്യാറാക്കി കൊടുക്കുകയാണ്. ഒന്ന്, ഞാൻ കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ നിങ്ങളോട് പറഞ്ഞ കാര്യം, KK രാഗേഷ് മുഖ്യമന്ത്രിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടാണ് ഇരിക്കുന്ന ആൾക്ക് ഇതൊന്നും അറിയില്ലെന്ന് എന്നോട് ചോദിച്ചത്. ഇതൊക്കെ കുറച്ച് അറിയുന്നതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അത് ബഹുമാനപ്പെട്ട മേയറോട് ഞാൻ പറയുകയാണ്. ഇതൊക്കെ അറിയാത്തതുകൊണ്ടല്ല, കുറച്ച് അറിയുന്നതുകൊണ്ടാണ് പറയുന്നത്. എന്തടിസ്ഥാനത്തിൽ നിങ്ങൾ തയ്യാറാക്കിയത്?
ഇപ്പം ഞാൻ പറഞ്ഞ അതേ കാര്യമല്ലേ സംസ്ഥാന തലത്തിലുള്ള ടെക്നിക്കൽ കമ്മിറ്റി പറഞ്ഞിട്ടുള്ളത്, വേഗ്. രണ്ടാമത്തെ എന്താ? ഇതിൻ്റെ കവറേജ് ഏരിയ, ലൊക്കേഷൻ നെറ്റ്വർക്ക്, അതുപോലെ തന്നെ എത്ര ദൈർഘ്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഉള്ള മിനിറ്റ്സ് ഞാൻ തരാം, കോപ്പി തരാം, നിങ്ങൾ വായിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഇതേ കാര്യം. മൂന്നാമത്, എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് വിളിക്കുന്നത് ഈ ടെക്നിക്കൽ സൊല്യൂഷൻ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് തന്നയാൾ എടുക്കുന്നത് എലിമിനേഷൻ പ്രോസസ്സിലൂടെ ഒരാളെ നിശ്ചയിക്കാൻ വേണ്ടിയല്ല. അതാണ് അമൃത് 2 ഡയറക്ഷനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ചെയ്തത് EOI എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് വിളിച്ച്, അഥവാ താല്പര്യപത്രം വിളിച്ച് എലിമിനേഷൻ പ്രോസസ്സിലൂടെ, താല്പര്യപത്രത്തിൽ 14 പേരാണ് വന്നത്, ആ 14 പേരെ എലിമിനേഷൻ പ്രോസസ്സിലൂടെ ഒഴിവാക്കി അവസാനം ഒരാളെ കണ്ടെത്തുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് ടെക്നിക്കൽ സൊല്യൂഷന് വേണ്ടിയാണ്, സാങ്കേതികമായിട്ട് ഏത് സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഉള്ള കാര്യം കണ്ടെത്തി എന്നിട്ട് ടെൻഡർ വിളിക്കാൻ വേണ്ടി സഹായകരമാകുന്ന വിധത്തിലാണ് EOI വിളിക്കേണ്ടത് എന്നാണ് അമൃത് 2 പ്രപ്പോസലിൽ പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല ചെയ്തിട്ടുള്ളത്. ആളെ എലിമിനേഷൻ പ്രോസസ്സിലൂടെ ആളെ കണ്ടെത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ EOI എന്ന് പറയുന്ന പ്രാഥമിക നടപടി മാത്രമാണ്. ഏത് ടെക്നിക്കൽ സൊല്യൂഷൻ ഏതാണെന്ന് കണ്ടെത്തിയതിന് ശേഷം വിശദമായ പദ്ധതി രേഖ സഹിതം AS വിളിച്ച് AS ഇഷ്യൂ ചെയ്ത് അതിൻ്റെ TSും കൂടി ഇഷ്യൂ ചെയ്ത് എന്നിട്ടാണ് ടെൻഡർ വിളിക്കേണ്ടത്. ഇവിടെ ഇതൊന്നുമില്ല. നേരെ കോർപ്പറേഷൻ ഇരിക്കുന്ന ചിലർക്ക് തോന്നുകയാണ്, ആദ്യം തോന്നുകയാണ് 40 കോടി റുപ്യ മതി, പിന്നെ തോന്നുകയാണ് അതിൻ്റെ കൂടി ഒരു 100 കോടി റുപ്യ കൂടി കൂട്ടിച്ചേർക്കാം, അങ്ങനെ 140 കോടിയായി. എന്നിട്ട് നേരെ ടെൻഡർ വിളിക്കുകയാണ്, എന്നിട്ട് ഒരാളെ കണ്ടെത്തുകയാണ്, അയാൾക്ക് കൊടുക്കുകയാണ്. അയാൾ നാട്ടിലെ വളരെ ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു എതിർപ്പ് പറയുമ്പോൾ അവരെയൊക്കെ ചാക്കിലാക്കാൻ വേണ്ടിയിട്ട് പണമായിട്ട് നടക്കുകയാണ്. ഇങ്ങനെ ഒരു സ്ഥിതി നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിരുന്നു? അപ്പോൾ ഈ കാര്യം മാത്രം EOI വിളിച്ചിട്ട് നേരെ എലിമിനേഷൻ പ്രോസസ്സിലൂടെ ടെൻഡറിൽ ഒരാളെ കണ്ടെത്തി തീർപ്പാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതും ഇതിനകത്ത് ഈ രേഖയിൽ പറയുന്നുണ്ട്, മിനിറ്റ്സ് പറയുന്നുണ്ട്. മൂന്നാമതായി, ഈ പുറത്ത് വിടുന്ന ജലം, മലിനജലം സംസ്കരിച്ച് പുറത്തു വിടുന്നത്, അതെങ്ങനെ ഉപയോഗിക്കും? അതായത് അത് ഗാർഡനിലേക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ സോക്പിറ്റിലേക്ക് കളയാം, അതല്ലെങ്കിൽ ജലാശയത്തിലേക്ക് വിടാം. ഇതിൻ്റെ എവിടെയാണ് ഇതിനെ ഉപയോഗിക്കുന്നത്? അപ്പോൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്, അതെങ്ങനെയാണ് പുറത്തേക്ക് കളയുന്നത് എന്നതിനെ ആശ്രയിച്ചുകൊണ്ടാണ് അതിൻ്റെ ടെക്നോളജി നിർദ്ദേശിക്കേണ്ടത്. ഇങ്ങനെ ഈ പുനരുപയോഗിക്കേണ്ട ജലം അല്ലെങ്കിൽ സംസ്കരിച്ച് പുറത്തു വരുന്ന അഫ്ലുവൻ്റ് എന്ന് പറയുന്നത് എന്തിനാണ് ഉപയോഗിക്കുക എന്ന് ടെൻഡറിൽ പറഞ്ഞിട്ടില്ല. ഈ കമ്മിറ്റി പറയാണ്. അങ്ങനെ പറയാതെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ടെൻഡർ വിളിക്കുന്നതെന്നാണ് കമ്മിറ്റി ചോദിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്തേക്ക് കയറുന്ന മലിനജലം ഏത് ടൈപ്പിലുള്ളതാണ് അതും ടെൻഡറിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് വ്യക്തമാക്കിയിട്ടില്ല. ഇത് ഏത് മാലിന്യമാണ് ഇതിനകത്ത് കയറുന്നത് എന്നുള്ളത് കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അതിൻ്റെ ടെക്നോളജി, അതുപോലെ തന്നെ അതിൻ്റെ ഡിസൈൻ, അതുപോലെ തന്നെ അതിൻ്റെ കോസ്റ്റ്, ഇത്രയും കാര്യങ്ങളൊക്കെ നിർണ്ണയിക്കപ്പെടേണ്ടത്. ഇതൊന്നും ഇതിൽ പറഞ്ഞിട്ടില്ല. ഇതൊക്കെ ഈ റിപ്പോർട്ടിനകത്ത് ചൂണ്ടിക്കാണിക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ നിങ്ങളുടെ മുമ്പാകെ പറഞ്ഞ കാര്യം, അതായത് നിർബന്ധമായും ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞ ചില മാനദണ്ഡങ്ങൾ, 20 MLD മിനിമം വേണം എന്ന് ഉറപ്പുവരുത്തുക, കേരളത്തിൽ പരിചയമുള്ള കമ്പനിക്ക് പറ്റൂ എന്ന് പറയുക, ഇതൊക്കെ ഇങ്ങനെയുള്ള നിർബന്ധമായും മാൻഡേറ്ററി ആയിട്ടുള്ള ചില മാനദണ്ഡങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചുരുക്കം പേർക്ക് മാത്രം ഈ ടെൻഡറിൽ പങ്കെടുക്കാൻ വേണ്ടിയുള്ള അവസരം ഒരുക്കുന്നതിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റേറ്റ് ലെവൽ സ്റ്റിയറിംഗ് കമ്മിറ്റി, ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സ്റ്റേറ്റ് ലെവൽ സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗീകരിച്ച തീരുമാനം, അതിൻ്റെ മിനിറ്റ്സ് ഞാൻ വായിക്കുകയാണ്. ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് that only a limited number of bidders can participate, which makes the transparency of bidding dubious. ഉപയോഗിച്ച വാക്കാണ്, മനസ്സിലായില്ലേ?
ഇതിന്റെ സുതാര്യത സംശയാസ്പദമാണ് എന്ന് എഴുതി ചേർക്കുകയാണ് സംസ്ഥാന തലത്തിലുള്ള ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള വാട്ടർ റിസോഴ്സസിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും LSGDയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും ചീഫ് എഞ്ചിനീയർമാർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ 7-അംഗ സമിതി ഇങ്ങനെ ഒരു സാധനം എഴുതി വെക്കുകയാണ് കണ്ണൂർ കോർപ്പറേഷന്റെ ഈ ഇടപാടിനെ കുറിച്ച്. അതോടൊപ്പം തന്നെ 30 മാർക്ക് എന്ന് പറഞ്ഞു. ഇത് ഞാൻ കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ നിങ്ങളോട് പറഞ്ഞു. 30 മാർക്ക് മിനിമം വേണം, നിർബന്ധമായി വേണമെന്ന് പറഞ്ഞിട്ട് മിനിമം മാർക്ക് എത്രയാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ടില്ല. ഓരോരുത്തരുടെ ക്വാളിഫിക്കേഷൻ, അതിന് വ്യത്യസ്ത മാനദണ്ഡങ്ങൾ, അവർക്ക് ഇത്ര മാർക്കെങ്കിലും അച്ചീവ് ചെയ്യാൻ കഴിയണം എന്ന് പറഞ്ഞിട്ട് അവരിൽ നിന്നാണ് ആളെ സെലക്ട് ചെയ്യാം. അങ്ങനെയാണ് ക്വാളിഫിക്കേഷൻ നിശ്ചയിക്കുന്നത്. ഇവിടെ ചെയ്തിരിക്കുന്ന എന്താ, കുറെ കാര്യം പറഞ്ഞു. അപ്പോൾ അവർ പരിശോധിച്ചപ്പോൾ ഏതോ ഒരാൾക്ക് ഇതിൻ്റെ അകത്ത് വരാൻ അടിയില്ലേ എന്ന് തോന്നിയപ്പോൾ ഉടനെ തന്നെ ഒരു വ്യവസ്ഥ കൂടി എഴുതി ചേർത്തു. അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ കേരളത്തിലായാലും തമിഴ്നാട്ടിലായാലും STP ഉണ്ടാക്കിയ എക്സ്പീരിയൻസ് കേരളത്തിൽ എന്താ പ്രത്യേകത, തമിഴ്നാട്ടിൽ എന്താ പ്രത്യേകത, അല്ലെങ്കിൽ മംഗലാപുരത്ത് എന്താ പ്രത്യേകത, എന്താ വ്യത്യാസം, എന്താ എല്ലാം ഒന്നല്ലേ? അതിന് പകരം എഴുതി വെച്ചിരിക്കുകയാണ് കേരളത്തിൽ എക്സ്പീരിയൻസ് വേണം. എന്നിട്ട് കൊടുത്തിരിക്കുന്ന ആൾക്കോ കേരളത്തിൽ എക്സ്പീരിയൻസ് ഇല്ല, അയാൾക്ക് വർക്ക് അവാർഡ് ചെയ്തിട്ടേ ഉള്ളൂ. എന്നിട്ട് അതിന് മാർക്ക് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് ഏറ്റവും ഒടുവിൽ എലിമിനേഷൻ പ്രോസസ്സിലൂടെ വന്ന 2-ൽ മൂന്നാമത്തെ ആള് രണ്ടില് ഒരാളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കണ്ടെത്തിയ വഴി ഇതായിരുന്നു, കേരളത്തിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ല, അതുകൊണ്ട് നിങ്ങളൊക്കെ പോകണം. ഈ പറഞ്ഞ ആൾക്ക് സെലക്ട് ചെയ്തിട്ടുള്ള കോയക്ക് കേരളത്തിൽ എക്സ്പീരിയൻസ് ഇല്ല, അയാൾക്ക് വർക്ക് അവാർഡ് ഉള്ളൂ. വർക്ക് അവാർഡ് കയ്യിൽ കിട്ടിയ എക്സ്പീരിയൻസ് ആവും. ഇത് KK രാഗേഷ് വെറുതെ പറയുന്നില്ല, ഇപ്പൊ ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുക. ഞാൻ കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യം ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുക. അതോടൊപ്പം തന്നെ ജോയിന്റ് വെഞ്ചർ ഉണ്ടാവാൻ പറ്റുമോ, ആകാൻ പാടില്ലയോ, ടെൻഡറിൽ പറയണം. ഇതിലും പറഞ്ഞിരിക്കുന്നു ജോയിന്റ് വെഞ്ചർ ആകാമോ ഇല്ലയോ എന്ന് സംബന്ധിച്ച് ഒന്നും പറഞ്ഞില്ല. എന്നിട്ട് ജോയിന്റ് വെഞ്ചറായിട്ട് വന്നിട്ടുള്ള കമ്പനിക്ക് വർക്ക് അവാർഡ് ചെയ്തു. ഇപ്പം മേയർ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ പത്രസമ്മേളനത്തിൽ പറഞ്ഞില്ലേ, അതൊക്കെ സാധാരണയാണ്. ജോയിന്റ് വെഞ്ചർ ഉണ്ടാവണമെന്ന് പറയണം, പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അതൊക്കെ നോർമലാണ്. എന്നാൽ ചീഫ് സെക്രട്ടറിയുടെ തലത്തിലുള്ള കമ്മിറ്റി പറയുന്നത് ജോയിന്റ് വെഞ്ചർ പ്രത്യേകമായിട്ട് എടുത്ത് പറഞ്ഞില്ല, അതുകൊണ്ട് ഡ്യൂബിയസ് ആണ് എന്ന് പറയാം. ഇതിൽ ഏറ്റവും രസകരമായ ഒരു കാര്യം, ഈ 14 പേരെ എലിമിനേറ്റ് ചെയ്ത് അവസാനം 2-ലെത്തിയപ്പോൾ ആ രണ്ടാമനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി കേരളത്തിൽ എക്സ്പീരിയൻസ് ഇല്ലാന്ന് പറഞ്ഞിട്ട് അയാളെ എലിമിനേറ്റ് ചെയ്തു. പിന്നെ അവസാനം ബാക്കി വരുന്നത് എന്താ, ഒറ്റ ടെൻഡറാണ്. സിംഗിൾ ടെൻഡർ ആണെങ്കിൽ നിങ്ങൾക്ക് വർക്ക് കൊടുക്കാൻ കഴിയില്ല, 3 തവണ റീടെൻഡർ ചെയ്യും. അപ്പൊ സിംഗിൾ ടെൻഡർ ആയ ആളെ നേരെ അങ്ങോട്ടേക്ക് സെലക്ട് ചെയ്തിരിക്കും. സിംഗിൾ ടെൻഡറായി ഈ പ്രീബിഡില് ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഓരോ കോൺട്രാക്ടർക്കും ഈ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് കൊടുത്തിട്ടില്ല കോൺട്രാക്ടർക്കും ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അവരുടെ ഫൈനാൻഷ്യൽ ബിഡ് തുറക്കുള്ളൂ. ഫൈനാൻഷ്യൽ ബിഡ് എന്ന് പറഞ്ഞാൽ അവരുടെ സാമ്പത്തിക പ്രപ്പോസലാണ്. അതിലാണ് പറയുക ഞാൻ ഇത്ര തുകക്ക് ചെയ്യാം. ഈ 14 ആളുകളുണ്ടല്ലോ, ആ 14 ആളുകളിൽ ഒരുപക്ഷെ 70 കോടി രൂപക്ക് ചെയ്യാന്ന് പറഞ്ഞ ആളുണ്ടാവും, 80 കോടി രൂപക്ക് ചെയ്യാന്ന് പറഞ്ഞ ആളുണ്ടാവും. പക്ഷെ ടെക്നിക്കൽ മീറ്റിംഗിൽ പല കാരണങ്ങള് ഇപ്പൊ ഇതിൽ പറയുന്ന അങ്ങേയറ്റം യുക്തിരഹിതമായ നിയമവിരുദ്ധമായ കാരണങ്ങൾ പറഞ്ഞ് ഇവരെയൊക്കെ ഒഴിവാക്കി, 13 പേരെ. എന്നിട്ട് അവസാനം ഒരാളെ സെലക്ട് ചെയ്തു. അയാൾ 30% എബവ് ആണ് കോട്ട് ചെയ്തത്. നിങ്ങൾ മനസ്സിലാക്കി, 30% എബവ് ആണ് കോട്ട് ചെയ്തത്. 30% എബവ് കോട്ട് ചെയ്ത് ആ തുകയാണ് കൊടുക്കുന്നത്. ഇനി ഒന്നുകൂടി പറയാ, ഇപ്പൊ ടെൻഡർ ചെയ്യുന്ന അതോറിറ്റി, ആ അതോറിറ്റിക്ക് സംസ്ഥാന സർക്കാരിന്റെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവനുസരിച്ച് 10% പരമാവധി എബവ് കൊടുക്കാൻ അധികാരമുള്ളൂ. 10% മേലെയാണെങ്കിൽ അത് സർക്കാരിലേക്ക് അയച്ച് അതിന്റെ പരിശോധന മുഴുവൻ നടത്തി ബന്ധപ്പെട്ട വകുപ്പുകൾ മുഴുവൻ പരിശോധിച്ച് അത് ക്യാബിനറ്റിൽ വന്ന് ക്യാബിനറ്റിന് മാത്രമേ 10% കൂടുതൽ ടെൻഡർ
തുക അംഗീകരിക്കാനുള്ള അധികാരമുള്ളൂ. ക്യാബിനറ്റിനുള്ള അധികാരമാണ് കണ്ണൂർ കോർപ്പറേഷൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾ നോക്കും, 30% എബവാണ് കൊടുത്തിരിക്കുന്നത്. അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള, അയഥാർത്ഥമായിട്ടുള്ള ഒരു ഫിഗർ കണ്ടെത്തുക. എന്നിട്ട് അത് വെച്ചുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് മൺപൈപ്പ് ഉപയോഗിക്കുക, സിമെന്റ് പൈപ്പ് ഉപയോഗിക്കുക, അതല്ലെങ്കിൽ PVC പൈപ്പ് ഉപയോഗിക്കുക, അതല്ലെങ്കിൽ UPVC ഉപയോഗിക്കുക, ഏത് പൈപ്പ് ഉപയോഗിക്കുക. അത് കോൺട്രാക്ടറുടെ ഇഷ്ടമാണ്. കാരണം ഇതൊന്നും ഇതിനകത്ത് ടെൻഡർ ഡോക്യുമെന്റിലൊന്നും പറയുന്നില്ല. ഇഷ്ടമാണ്. ലീക്കാകുന്ന പൈപ്പ് ഉപയോഗിക്കുക, ഏത് ടെക്നോളജി വണ്ടിക്കും ഉപയോഗിക്കുക. ഇതൊക്കെ വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് കൊടുത്തിരിക്കുക. അതാണ് ഞാൻ കഴിഞ്ഞ തവണ നിങ്ങളോട് പറഞ്ഞത്. ഇത് ബിഡിൽ പങ്കെടുക്കുന്ന ഒരു കോൺട്രാക്ടറോട് ഞാൻ സംസാരിച്ച് നോക്കിയപ്പോൾ വളരെ ടെക്നിക്കൽ നോളജ് ഉള്ള ഒരാളാണ്. അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് 40 കോടി രൂപയ്ക്കും 120 കോടി രൂപയ്ക്കും വേണം നടത്താം. അതാണ് ഈ സംഭവം. അപ്പൊ എങ്ങനെ വേണം നടത്താൻ വേണ്ടി അനുമതി കൊടുക്കുകയും എന്നിട്ട് ആ കോൺട്രാക്ടർക്ക് 30% എബവ് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ഇത് ഞാൻ ഇപ്പൊ കണ്ടെത്തിയ കേട്ടോ. 30% എബവ് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ഇങ്ങനെ എബവിലാണ് വർക്ക് അവാർഡ് ചെയ്തിരിക്കുന്നത് എന്ന് നിങ്ങൾ കാണണം. 30% എബവ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് 151.81 കോടി രൂപക്ക് ആണ് വർക്ക് അവാർഡ് ചെയ്തിരിക്കുന്നത്. 151.81 കോടി രൂപക്ക്. അതിൽ വേറെയും രസകരമായ കാര്യം ഉണ്ടായി, ഞാൻ തുടർന്ന് പറയാം. അപ്പൊ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ എബവ് ആയിട്ടാണ് വർക്ക് അവാർഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇദ്ദേഹം നമ്മുടെ ബഹുമാനപ്പെട്ട ആരാധ്യനായ മേയർ എന്നല്ലേ പറയേണ്ടത്, അല്ലേ? അങ്ങനെയല്ലേ? മേയറെ നമ്മൾ ബഹുമാനപ്പെട്ടാന്ന് വിളിച്ചുകൂടാ, ആരാധ്യനാണ്. ആരാധ്യനായ മേയറാണ്. ആരാധ്യനായ മേയർ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ നിങ്ങളോട് പറഞ്ഞത് 40 കോടി റുപ്യ എന്ന് ആദ്യം പറഞ്ഞത് 12 മണിക്കൂർ കൊണ്ട് അത് തിരുത്തി എന്നാണ്. നിങ്ങൾ ഈ ടെൻഡർ കേരള എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ ഇപ്പൊ ഒന്ന് സെർച്ച് ചെയ്യും. ഇപ്പോ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും തിരുത്തിയോ ഇല്ലയോ. അത് അവിടെ തന്നെ കിടക്കുന്നുണ്ട്. എന്ത് തിരുത്തലാ തിരുത്തിയേ? പെരുന്നുണ പറയല്ലേ. 40 കോടി 140 കോടി റുപ്യ ആക്കിയത് 12 മണിക്കൂർ കൊണ്ട് തിരുത്തി എന്ന് പറഞ്ഞ കോർപ്പറേഷൻ മേയർ, അല്ല ആരാധ്യനായ മേയർ, 24/7 ഞാൻ പറഞ്ഞ ആദ്യ ടെൻഡർ വെച്ചത്. പിന്നീട് കുറുചണ്ടം, ആ കുറുചണ്ടം കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിച്ചാണ്. ഒരു അര സെന്റൻസ് ഒന്നും മനസ്സിലാവില്ല. ക്ലറിക്കൽ എറർ എന്നല്ല പറഞ്ഞത്. 40 കോടി രൂപ 140 കോടി രൂപയായി വർദ്ധിപ്പിക്കേണ്ടി വന്നിരിക്കുന്നു. അത് കഴിഞ്ഞ് ടെക്നിക്കൽ കമ്മിറ്റി മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഈ ടെൻഡർ അങ്ങ് ക്യാൻസൽ ചെയ്തു. എന്നിട്ട് പിന്നീട് പുതിയ ടെൻഡറാണ് വിളിച്ചത്. അതിന്റെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം. അതായത് 17/24/7 ടെൻഡർ പിന്നീട് റീടെൻഡർ ചെയ്യുന്ന 16/8 എന്ന് പറഞ്ഞാൽ 20 ദിവസം കഴിഞ്ഞാണ് പുതിയ ടെൻഡർ വിളിക്കുന്നത്. അങ്ങനെ പുതിയ ടെൻഡർ വിളിക്കുമ്പോഴത്തേക്ക് 112 കോടി രൂപയായി മാറി. അപ്പൊ ഇതെങ്ങനെയാ വന്നത്? ഒരു പിടിയില്ല. 40 കോടി, 140 കോടി, പിന്നെ 112 കോടി. ആ 112 കോടി വിളിച്ചതിനാണ് 151.8 കോടി രൂപയാക്കി ഉയർത്തി കൊടുത്തിട്ടുള്ളത്. നോക്കണം, 112 കോടി രൂപയ്ക്ക് രണ്ടാമത്തെ ടെൻഡർ ഡോക്യുമെന്റുകൾ കണ്ടാൽ മനസ്സിലാവും 112 കോടിയാണ്. അതാണ് 151.815 കോടി രൂപയായിട്ട് ഉയർത്തി കൊടുത്തത്. ക്യാബിനറ്റ് പോലും ഞാൻ എത്രയോ കാലം, കുറച്ചു കാലം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരുന്നാണ്. ക്യാബിനറ്റ് ഫയലുകളൊക്കെ കാണുന്ന ഒരാളാണ് ഞാൻ. ക്യാബിനറ്റ് പോലും ഇതുവരെ ഇങ്ങനെ ഒരു എസ്കലേഷൻ കൊടുത്തിട്ടില്ല. അപ്പൊ ക്യാബിനറ്റ് പോലും കാണിക്കാത്ത ഒരു അധികാരമാണ് കണ്ണൂർ കോർപ്പറേഷൻ എടുത്ത് പ്രയോഗിച്ചത്. 151.58 കോടി രൂപക്കാണ് വർക്ക് അവാർഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞത് DBOT ടെൻഡർ എന്ന് പറഞ്ഞാൽ KK രാഗേഷിന് അതിനെ കുറിച്ച് വലിയ വിവരമൊന്നുമില്ല.
അയാൾക്കൊന്നും അറിയില്ല. അതിൽ സാധാരണ 4 പേജ് ഉണ്ടാവും, അതിലധികമൊന്നും ഉണ്ടാവില്ല. ബഹുമാനപ്പെട്ട ആരാധ്യനായ മേയറെ, ഇങ്ങനെ പറയരുത് കേട്ടോ. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ DBOT ടെൻഡർ എന്ന് പറഞ്ഞിട്ട് ഈ ടെൻഡർ കേരള DBOT ടെൻഡർ വെറുതെ ഒന്ന് സെർച്ച് ചെയ്തു, നിങ്ങളെല്ലാം കയ്യിൽ കിട്ടും, മേയർക്കും കിട്ടും. 4 പേജുള്ള സാധനമാണോ? അതിൽ സ്കോപ്പ് ഓഫ് വർക്ക് എന്ന് പറയുന്നത് 4 വരിയാണോ? മിനിമം 200 പേജില്ലാത്ത ഒരു ടെൻഡർ നിങ്ങൾ എനിക്ക് കാണിച്ചു തരാം. 4 പേജുള്ള ടെൻഡറോ? ഇതിന് ടെൻഡർ എന്നല്ല പറയുക. അതുകൊണ്ടാണ് ചീഫ് സെക്രട്ടറി തലത്തിലുള്ള കമ്മിറ്റി ഇത് റദ്ദ് ചെയ്തത്. അതും ഇതിൽ പറയുന്നുണ്ട് കൃത്യമായിട്ട് എന്താണ് ടെൻഡർ, ടെൻഡറിന് ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സും പരിശോധനയും ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് ഡൂബിയസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് റദ്ദ് ചെയ്തു. ഇനി KK രാഗേഷ് അറിയില്ല പോട്ടെ, ചീഫ് സെക്രട്ടറിക്കും അറിയില്ല എന്ന് അദ്ദേഹം പറയുമോ? നമ്മുടെ കേരളത്തിലെ ഈ അമൃത് മിഷനൊക്കെ കൈകാര്യം ചെയ്യുന്ന ടെക്നിക്കൽ ഹെഡ് ചീഫ് എഞ്ചിനീയർക്കും അറിയില്ല എന്ന് പറയുമോ? അഡീഷണൽ ചീഫ് സെക്രട്ടറിമാർക്കും അറിയില്ല എന്ന് പറയുമോ? ഇത് സർക്കാരിലെ ക്യാൻസൽ ചെയ്തു കേട്ടോ. നിങ്ങളുടെ വാർത്തയൊക്കെ തെറ്റായിരുന്നു. സർക്കാരിലെ ക്യാൻസൽ ചെയ്തു. ഇത് ക്യാൻസൽ ചെയ്ത് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സമിതിയാണ് ഇത് ക്യാൻസൽ ചെയ്ത്. ടെക്നിക്കൽ കമ്മിറ്റിയും അതിന്റെ മേലെയുള്ള സ്റ്റേറ്റ് ലെവൽ സ്റ്റിയറിംഗ് കമ്മിറ്റിയാണ് ഇത്. ടെക്നിക്കൽ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം സ്റ്റേറ്റ് ലെവൽ സ്റ്റിയറിംഗ് കമ്മിറ്റിയാണ് ഇത് റദ്ദ് ചെയ്തത്. അപ്പൊ അതിനേക്കാൾ കാര്യം അറിയുന്ന ആളാണോ കണ്ണൂർ കോർപ്പറേഷൻ മേയർ? എങ്കിൽ അദ്ദേഹം അതിന്റെ മേലെ നിലപാടെന്ന് പറയുന്നത് നല്ലതായിരിക്കും. മറ്റൊന്ന്, അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ 2 പേർക്കും സാങ്കേതിക അറിവൊന്നുമില്ല. ആർക്കൊക്കെ? മേയറായി എനിക്കും ഡെപ്യൂട്ടി മേയറായി എനിക്കും. ഡെപ്യൂട്ടി മേയർക്കും ഞങ്ങൾക്ക് 2 പേർക്ക് സാങ്കേതിക അറിവില്ല, ഉദ്യോഗസ്ഥന്മാർക്കേ അറിയുള്ളൂ. ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രം അറിയുന്ന കാര്യത്തിൽ അതിന്റെ ടെക്നിക്കൽ കമ്മിറ്റിയിൽ കയറിയിരുന്നിട്ട് അതിന്റെ തീരുമാനത്തിൽ ഇടപെടാൻ മേയർ എന്തിനാ പോയെ? അത് ഉദ്യോഗസ്ഥരല്ലേ ചെയ്യേണ്ടത്. ഇപ്പൊ ടെക്നിക്കൽ കമ്മിറ്റി സംസ്ഥാനമല്ല ടെക്നിക്കൽ കമ്മിറ്റി. ആ ടെക്നിക്കൽ കമ്മിറ്റിയിൽ ബന്ധപ്പെട്ട വകുപ്പിന്റെ മന്ത്രിയാണ് ഇരിക്കുന്നത്. ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരല്ലേ. അപ്പൊ അറിയില്ലെങ്കിൽ ആ കമ്മിറ്റിയിൽ പോയിട്ട് ഇരുന്നെന്തിനാ? ആ തീരുമാനം എങ്ങനെ എടുക്കണമെന്ന് നിർദ്ദേശം കൊടുത്തത് എന്തിനാ? അതിന്റെ മിനിറ്റ്സിൽ ഒപ്പിട്ടത് എന്തിനാ? മേയറിലെ ആ മിനിറ്റ്സിൽ ഒപ്പുവെച്ചിരിക്കുന്നത് എന്തിനാ? മിനിറ്റ്സ് അംഗീകരിച്ചു കൊടുക്കാൻ സാങ്കേതിക പരിജ്ഞാനം ഇല്ലെങ്കിൽ എന്തിനാണ് മേയർ അതിന് പോയത്? എന്താ മേയറുടെ ഉദ്ദേശം? ഇനി ഒന്നുകൂടി പറയാ, ആദ്യം ടെൻഡർ വിളിച്ചപ്പോ മേയർ തന്നെ പറഞ്ഞു ഞങ്ങൾക്ക് വലിയ ടെക്നിക്കൽ പരിജ്ഞാനമില്ല, അതുകൊണ്ട് കാലിക്കറ്റ് NIT ഇത് വെറ്റ് ചെയ്യട്ടെ. ആദ്യത്തെ ടെൻഡർ ഡോക്യുമെന്റിൽ അതുണ്ട്, കാലിക്കറ്റ് NIT വെറ്റ് ചെയ്യണം. പക്ഷെ ആദ്യത്തെ ടെൻഡർ കഴിഞ്ഞു, പിന്നീട് 14 പേര് ബിഡിന് വന്നു. ആ 14 പേരിൽ ആരെ സെലക്ട് ചെയ്യണമെന്ന് മുൻകൂട്ടി തീരുമാനിച്ചു. മറ്റുള്ളവരൊക്കെ എലിമിനേഷൻ പ്രോസസ്സിലൂടെ പുറത്താക്കിയപ്പോൾ മേയർക്കും ഡെപ്യൂട്ടി മേയർക്കും നല്ല ടെക്നിക്കൽ നോഹോ വന്നു. എന്താ നോഹോ? ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയുന്ന തലത്തിലേക്ക് മേയറും ഡെപ്യൂട്ടി മേയറും ഉയർന്നു വന്നു. എന്നിട്ട് തീരുമാനിച്ചു ഇനി NIT കാലിക്കറ്റിന്റെ ആവശ്യമില്ല, ഞങ്ങളുടെ കണ്ണൂർ കോർപ്പറേഷന്റെ കമ്മിറ്റി തന്നെ മതി എന്ന് തീരുമാനിച്ചു. ആദ്യം വരെയാണ് കണ്ണൂർ കോർപ്പറേഷന്റെ കമ്മിറ്റിക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ശീലമില്ല, അതുകൊണ്ട് NIT കാലിക്കറ്റിനെ ഏൽപ്പിക്കണമെന്ന് ആദ്യം പറയാണ്. എന്നിട്ട് അതേ കാര്യം പറഞ്ഞ കമ്മിറ്റി കണ്ണൂർ കോർപ്പറേഷന്റെ കമ്മിറ്റിയെ ഈ ചുമതല ഏൽപ്പിക്കുകയാണ്, ടെക്നിക്കൽ ചുമതല ഏൽപ്പിക്കുകയാണ്. എന്തിനു വേണ്ടിയ? ഉത്തരം പറയണം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും മറുപടി പറയില്ല. KK രാഗേഷിന്റെ മുണ്ടേരി സ്കൂൾ അങ്ങനെ എങ്ങനെയാന്ന് നിങ്ങൾ പറയാന്ന് എനിക്കറിയാം. ഞാൻ പറയുന്നതിൽ ഉത്തരം പറയണം. വ്യക്തിപരമായുള്ള അതിശയമല്ല ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്ത കാര്യങ്ങളെ സംബന്ധിച്ച് ഡോക്യുമെന്റ് വെച്ച് കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് നിങ്ങൾ കണ്ണിക്ക്. നിങ്ങൾ കയ്യിലുണ്ടല്ലോ മുഴുവൻ ഫയലും. ആ ഫയൽ വെച്ച് കണ്ണിക്ക്. പത്രപ്രവർത്തകരെ വിളിച്ച് ഇങ്ങനെ അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് വിശദീകരിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ കണ്ണിക്ക് ഞാൻ പറഞ്ഞ പോയിന്റ് പറയാൻ വേണ്ടി പറ്റൂ. അദ്ദേഹം പറഞ്ഞത് രണ്ടാമത് ടെൻഡർ വിളിച്ചപ്പോ രണ്ടാമത് ഫ്രഷ് ടെൻഡർ ആണ് വിളിച്ചത് എന്ന് ഞാൻ ഇപ്പൊ നിങ്ങളോട് പറയാം. ഞാൻ തെളിവ് നിങ്ങൾക്ക് തരാം. രണ്ടാമത് ടെൻഡർ വിളിച്ചപ്പോൾ ആദ്യത്തെ ടെൻഡറിൽ വന്നിട്ടുള്ള മുഴുവൻ കമ്പനികളെയും അറിയിച്ചു എന്നാണ് പറഞ്ഞത്.
14 കമ്പനികളെ അറിയിച്ചു. ഞാൻ ഉറപ്പിച്ചു പറയുകയാണ്, ഈ കോയയുടെ വെഞ്ചറിനെ അല്ലാതെ വേറെ ഒരു കമ്പനിയും അറിയിച്ചിട്ടില്ല. 100% ഉറപ്പായി. കാരണം അവരാരും അറിയില്ല. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരാരും വോട്ട് ചെയ്യും. ഒരാളും അറിയില്ല. അറിയില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് ഇക്കാര്യം ചെയ്തതെന്ന് ഞാൻ ഉത്തരവാദിത്തോടു കൂടി പറയാം. 14 സ്ഥാപനങ്ങൾ, ആദ്യം വന്ന 14 സ്ഥാപനങ്ങൾ, ഇതൊക്കെ അന്വേഷണ പരിധിയിൽ വരുമല്ലോ, അതിലേക്ക് ഞാൻ പിന്നീട് വരാം. എന്താ ചെയ്തിരിക്കുന്നതെന്നറിയോ? അതായത് ഇത് ആദ്യത്തെ ടെൻഡറിന്റെ തുടർച്ചയാണ് എന്ന് മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ടെൻഡറിന്റെ പേര് തന്നെ അങ്ങ് മാറ്റി കളഞ്ഞു കേട്ടോ. നിങ്ങൾ ആദ്യം ടെൻഡർ വിളിച്ചിട്ട് അത് റീടെൻഡർ ചെയ്യുന്ന സമയത്ത് പ്രോസസ്സ് ഒന്ന് വേറെയാണ്, ഫ്രഷ് ടെൻഡർ വിളിക്കും പ്രോസസ്സ് ഒന്ന് വേറെയാണ്. അപ്പോൾ റീടെൻഡർ വിളിക്കുന്ന സമയത്ത് അതേ പേരാണ് കൊടുക്കേണ്ടത്, പേര് മാറ്റി. ആദ്യത്തെ ടെൻഡർ വിളിച്ച പേര് DBOT പ്രോജക്ട് ഫോർ 5 MLD ഓർ എബവ് കപ്പാസിറ്റി സെവറേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഇൻ കണ്ണൂർ കോർപ്പറേഷൻ അമൃത് 2. DBOT പ്രോജക്ട് ഫോർ 5 MLD ഓർ എബവ് കപ്പാസിറ്റി സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്. ഇതാ പറഞ്ഞത്. രണ്ടാമത്തെ പറഞ്ഞതെന്നറിയാം, വളരെ ബോധപൂർവമാണ് പേര് മാറ്റിയത്. കാരണം സെർച്ച് ചെയ്യുന്ന കോൺട്രാക്ടർമാർക്ക് ഇത് മനസ്സിലാക്കാൻ പാടില്ല. അതിനുവേണ്ടി പേര് മാറ്റി. കൺസ്ട്രക്ഷൻ ഓഫ് എ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് അറ്റ് മരക്കാർ കണ്ടി കണ്ണൂർ കോർപ്പറേഷൻ DBOT മോഡൽ. ആദ്യം മരക്കാർ കണ്ടി എന്ന് പറയുന്ന പേരില്ല, കണ്ണൂർ കോർപ്പറേഷനിലെ പ്ലാന്റ് എന്നാണ് പറഞ്ഞത്. രണ്ടാമത് മരക്കാർ കണ്ടി എന്ന പേര് കൊണ്ടുവന്നു. അപ്പൊ പുതിയ പ്രോജക്റ്റ് നോക്കണം. ഇതിനു വേണ്ടി എങ്ങനെ ചെയ്ത്? സാധാരണ പത്രത്തിൽ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള ടെൻഡർ പബ്ലിഷ് ചെയ്യണമെന്ന വ്യവസ്ഥ. ആദ്യം ചെയ്തപ്പോൾ പബ്ലിഷ് ചെയ്തു. രണ്ടാമത്തെ റീടെൻഡർ ആണ് എന്ന വ്യാജന, യഥാർത്ഥത്തിൽ റീടെൻഡർ അല്ല, ഫ്രഷ് ടെൻഡർ ആണ്. ഫ്രഷ് ടെൻഡർ റീടെൻഡർ ആണ് എന്നുള്ള വ്യാജന പത്രത്തിൽ പരസ്യം ചെയ്തില്ല. ഞാൻ കോർപ്പറേഷൻ മേയറെ വെല്ലുവിളിക്കുകയാണ്. 140 കോടി രൂപയായി നിങ്ങൾ കണക്കാക്കിയ 158 കോടി രൂപക്ക് നിങ്ങൾ അവാർഡ് ചെയ്ത, നിങ്ങൾ ടെൻഡർ രണ്ടാമത് ടെൻഡർ വിളിച്ച 112 കോടി രൂപയാക്കി മാറ്റിയ ഈ ടെൻഡർ നിങ്ങൾ പത്രങ്ങളിൽ ഔട്ട് ചെയ്തിരുന്നോ? ചെയ്തോ ഇല്ലയോ എന്ന് പറയട്ടെ. പത്രത്തിൽ കൊടുത്തോ? പത്രത്തിൽ കൊടുക്കണമെന്ന് നിയമമില്ലേ, ചട്ടമില്ലേ? അമൃത് 2 പ്രോട്ടോകോളിന്റെ ലംഘനല്ലേ? എന്താ കൊടുക്കാതിരുന്നേ? ടെൻഡർ വിളിച്ചു കഴിഞ്ഞാൽ അതിന് സാധാരണ നിലയിൽ മിനിമം 1 മാസം സമയം കൊടുക്കണം. നിങ്ങൾ കൊടുത്ത സമയത്തിന് 11 ദിവസമാണ്. അപ്പൊ ആരും അറിയാതെ വേഗം വിളിച്ച് പ്രപ്പോസൽ ഇറക്കി ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറഞ്ഞ് ഏൽപ്പിച്ച് കൊടുത്തിരിക്കുക. അതാ ക്യാൻസൽ ചെയ്തിരിക്കുന്നത്. പിന്നെ തുക ആദ്യത്തിൽ ഞാൻ പറഞ്ഞത് 40 കോടി, 140 കോടി, രണ്ടാമത് വിളിച്ച 112 കോടി, എന്നിട്ട് 30% എബോവില് 158 കോടി രൂപക്ക് വർക്ക് അവാർഡ്. ആദ്യത്തേല് 5 MLD എന്ന് പറഞ്ഞു, രണ്ടാമത്തെ 7 MLD എന്ന് പറഞ്ഞു. ഇതെങ്ങനെയാണ് അറൈവ് ചെയ്തതെന്ന് അറിയില്ല. ടെക്നിക്കൽ കമ്മിറ്റിയെ സംബന്ധിച്ച് ആദ്യത്തേല് പറഞ്ഞു NIT കോഴിക്കോട്, മേയറുടെ കമ്മിറ്റിയല്ല, NIT കോഴിക്കോടാണ്. കണ്ണൂർ കോർപ്പറേഷൻ എന്ന് രണ്ടാമത്തെ എൻ്റെ അകത്ത് പറഞ്ഞു. ഇങ്ങനെ ചെയ്തിരിക്കും. ഇതിന് പറ്റില്ല. ഇനി ഈ LOAയിൽ പറയുന്നത് ഇതാ, the detailed project report of the project shall be submitted within 60 days from the date of issuing the acceptance letter. അതായത് acceptance letter, ഇത് LOA, letter of acceptance, ഇത് ഇഷ്യൂ ചെയ്തതിന് ശേഷം കോൺട്രാക്ടർ എന്ത് ചെയ്യണം? DPR തയ്യാറാക്കി, ഡീറ്റെയിൽ പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കണം. DPR ഗവൺമെന്റിന്റെ കയ്യിൽ ആദ്യം ഉണ്ടാകണം, ടെൻഡർ ചെയ്യുന്ന അതോറിറ്റിന്റെ കയ്യിൽ ഉണ്ടാകണം. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഒരാൾ കോട്ട് ചെയ്യുമ്പോൾ ഇയാൾ കോട്ട് ചെയ്തതും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒന്ന് തന്നെയാണോ മനസ്സിലാവും, അല്ലെങ്കിൽ അതിന്റെ വാല്യൂ എങ്ങനെ നിങ്ങൾ കണക്കാക്കുക കൊടുക്കാൻ വേണ്ടി പറയും. പിന്നെ പറയുന്നത് ക്വാണ്ടിറ്റി മെൻഷൻഡ് ഇൻ ദ ഡീറ്റെയിൽ പ്രോജക്ട് റിപ്പോർട്ട് ആഫ്റ്റർ ദ ഡീറ്റെയിൽ സർവേ ആൻഡ് അപ്രൂവ്ഡ് ഇൻ ദ കൗൺസിൽ വിൽ ബി ഫൈനൽ ക്വാണ്ടിറ്റി അണ്ടർ സ്കോപ്പ് ഓഫ് വർക്ക്. ഇപ്പൊ സ്കോപ്പ് ഓഫ് വർക്കും പിന്നെ മതി എന്നാണ്.
വാട്ടർ അതോറിറ്റി എടുക്കുന്ന ഇതൊക്കെ എടുത്തിട്ട് ഇതൊക്കെ നേരെ കോൺട്രാക്ടറെ ഫലത്തിൽ ഏൽപ്പിച്ചിരിക്കുക. എങ്ങനെ വേണം ചെയ്യാൻ വേണ്ടി കോൺട്രാക്ടറെ ഏൽപ്പിച്ചിരിക്കുക. അപ്പോ ഇതിലപ്പുറം എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. കോർപ്പറേഷൻ മേയറോട് ഞാൻ പറയുകയാണ്, ആരാധ്യനായ മേയറോട്, ഇപ്പോൾ ഉള്ള മേയർ മാത്രമല്ല മുൻ മേയറോട് പറയുകയാണ്, ഇത് ഇവിടെ അവസാനിക്കില്ല. ഇതോടുകൂടി തീർന്നുവെന്ന് മുൻ മേയറും നിലവിലെ മേയറും കരുതണ്ട. കണ്ണൂരിൽ നടപ്പിലാക്കിയ എല്ലാ പ്രോജക്റ്റ് സംബന്ധിച്ചും വിശദമായ അന്വേഷണം വേണം. അതിൻ്റെ ടെൻഡർ നടപടികളെ സംബന്ധിച്ചുള്ള അന്വേഷണം വേണം. അതിൻ്റെ ഇംപ്ലിമെന്റേഷൻ സംബന്ധിച്ചുള്ള അന്വേഷണം വേണം. ഇപ്പൊ നടപ്പിലാക്കിയ പ്രോജക്റ്റുകളൊക്കെ നമ്മൾ കണ്ടല്ലോ. ചേലോറ പ്രോജക്റ്റ്, പടന്നപ്പാലം പ്രോജക്റ്റ്, മൾട്ടി ലെവൽ തട്ടിപ്പ്. ഇപ്പൊ അവസാനം ഒരു കോൺട്രാക്ടറെ ഒരു ബക്കറ്റ് മയിൽ കുറച്ച് പെയിന്റും പിന്നെ ഒരു ചൂലും കൊടുത്തു വിട്ടിട്ട് ഒന്ന് പെയിന്റ് അടിച്ച് മിനുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. എല്ലാറ്റിൻ്റെ മേലെയും വിജിലൻസ് അന്വേഷണം വേണം. ഈ കാര്യം അന്വേഷിക്കണം. അന്വേഷിച്ച് കുറ്റവാളികൾക്കെതിരായിട്ടുള്ള കർശനമായ നടപടി ഉണ്ടാവണം. അതുകൊണ്ട് ആരാധ്യനായ മേയറെ, മുൻ മേയറെ, ഇതിവിടെ തീർന്നിട്ടില്ല. ഇതിൻ്റെ അപ്പുറത്ത് ഇനിയും വരാനിരിക്കുന്നുണ്ട്. ഇത്രയും ഉള്ളൂ. ഈ മേയർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ കോഴിക്കോട് കോർപ്പറേഷന് ആ കമ്പനിക്ക് കൊടുക്കാമെങ്കിൽ എങ്ങനെ, അതും ഇതേ രീതിയിൽ തന്നെയാണോ നിങ്ങൾ കൊടുത്തിട്ടുള്ളത് എന്നാണ്. അവർക്ക് അത് കൊടുക്കാം, കണ്ണൂരിൽ അത് കൊടുക്കാൻ പറ്റില്ല. അതെന്താണ് ന്യായം? അല്ല, ഈ കമ്പനി കേരളത്തിൽ കുറെ വർക്ക് നടത്തിയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ STP മേഖലയിലല്ല, വ്യത്യസ്ത ഏതൊക്കെ കമ്പനികളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ടെൻഡർ പ്രോസസ്സിലൂടെ ഏത് കമ്പനിക്കും വരാമല്ലോ. പക്ഷെ അത് പ്രോസസ്സിലൂടെയല്ലേ വരേണ്ടത്, അതല്ലേ പ്രശ്നം. അല്ലാതെ ഈ കമ്പനിക്കെതിരായിട്ടാണോ ഞാൻ പറയുന്നത്? ഒരു കൃത്യമായ പ്രോസസ്സിലൂടെയാണ് വരേണ്ടത്. അല്ലാതെ മുൻകൂട്ടി ആളെ നിശ്ചയിച്ച് അയാളിലേക്ക് എത്താൻ വേണ്ടി പറ്റുന്ന വ്യവസ്ഥകൾ ഉണ്ടാക്കി ആ വ്യവസ്ഥകളിൽ തന്നെ മാനിപ്പുലേഷൻ നടത്തി എന്നിട്ട് കൃത്യമായ ഒരാൾക്ക് കൊടുക്കല്ലേ വേണ്ടത്. ഇതങ്ങനെയല്ലേ സംഭവിച്ചത്? തെളിവല്ലേ ഇത്? അങ്ങനെ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ മേയർ പുറത്തു വിടട്ടെ. എനിക്കറിയില്ലല്ലോ, അത് അദ്ദേഹമല്ലേ പറയേണ്ടത്. ഞാൻ എങ്ങനെ പറയാം? എനിക്കറിയില്ലല്ലോ. എനിക്കറിയുന്ന കാര്യമല്ലേ ഞാൻ പറയുന്നത്. കോഴിക്കോടുള്ളത് എന്റെ മുന്നിലോ അല്ലെങ്കിൽ ആരുടെയും മുന്നിൽ പരാതിയായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടോ? എന്റെ മുന്നിലുള്ള കാര്യമല്ലേ പറയുന്നത്. ഏത് കമ്പനിയാണെന്നുള്ളതല്ലോ പ്രശ്നം. നിങ്ങൾക്ക് ഏത് കമ്പനിയാണ് സെലക്ട് ചെയ്തുകൂടാത്ത? ഈ പറഞ്ഞ കമ്പനി കരിമ്പട്ടികയിൽ പെടുത്തിയ കമ്പനിയാണ് ഞാൻ പറഞ്ഞിരുന്നു? ഇല്ലല്ലോ. ഏത് കമ്പനിയെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാമല്ലോ. പക്ഷെ സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഇഷ്ടമുള്ള ആളെ ഇങ്ങനെ ചൂസ് ചെയ്യലല്ല, ഇഷ്ടമുള്ള ആളെ ചൂസ് ചെയ്യലല്ല. അതിനൊരു നടപടിയുണ്ട്. ആ നടപടി അട്ടിമറിച്ചതിന്റെ ലക്ഷ്യം ചെറിയ ചെലവിൽ നടപ്പിലാക്കാൻ വേണ്ടി കഴിയുന്ന ഒരു പദ്ധതിക്ക് വലിയ തുക വർക്ക് അവാർഡ് ചെയ്ത് എന്നിട്ട് അതിന്റെ പങ്ക് പറ്റാൻ വേണ്ടിയാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഞാൻ പറഞ്ഞില്ലേ, 30% എബോവിലാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ഏറ്റവും ഒടുവില് 112 കോടി രൂപക്കാണല്ലോ രണ്ടാമത്തെ ടെൻഡർ വിളിച്ചത്. ആ ഡോക്യുമെന്റിൽ ഞാൻ വായിച്ചല്ലോ. എന്നിട്ട് അത് കൊടുത്തിരിക്കുന്നത് 151.85 കോടി രൂപയാണ്. ഇത് ആരുടെ തുകയാണ്? പണം, ജനങ്ങളുടെ പണമല്ലേ. അങ്ങനെ ജനങ്ങളുടെ പണം ഇങ്ങനെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് കൊള്ളയടിക്കുന്നത് കാണുമ്പോൾ അത് ഞങ്ങളൊക്കെ നോക്കി നിൽക്കും എന്നാണ് കണ്ണൂർ കോർപ്പറേഷന്റെ മുൻ മേയറും പുതിയ മേയറും നിലവിലുള്ള മേയറും ഒക്കെ കരുതുന്നതെങ്കിൽ അതിവിടെ നടപ്പില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്താ ഈ കമ്മിറ്റിയുടെ തീരുമാനം എന്താണെന്നറിയോ? ഞാൻ വായിക്കാം.
The Kannur Corporation shall execute. Kannur Corporation shall execute the Marakkar-Kandi Maidanapalli project through KWA for the following reasons. മനസ്സിലായോ? ഈ വർക്ക് വാട്ടർ അതോറിറ്റിയിലൂടെ എക്സിക്യൂട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാം? നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്താൽ ഈ ഇത്രയും വലിയ പ്രോജക്റ്റിൽ പകുതി നിങ്ങൾ വിഴുങ്ങുന്ന, അതുകൊണ്ട് നിങ്ങളെ വിശ്വാസമില്ല, വാട്ടർ അതോറിറ്റിയിലൂടെ എക്സിക്യൂട്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് വികസനത്തെ തടസ്സപ്പെടുത്തുകയല്ല ചെയ്യുന്നത്. ഞങ്ങൾ വികസനത്തിന് വേണ്ടി അനുവദിക്കപ്പെട്ട തുക കൃത്യമായി നാടിന്റെ വികസനത്തിന് വേണ്ടി വിനിയോഗിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ തീരുമാനിക്കുകയാണെങ്കിൽ ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ എന്തിനാണ് എന്നൊരു ചോദ്യം വരികയാണ്. അത് സർക്കാരിന് തന്നെ അങ്ങനെ ചെയ്താൽ പോരെ, പിന്നെ എന്തിനാ തദ്ദേശ സ്ഥാപനങ്ങൾ എന്നാണ് ചോദിക്കുന്നത്. അത് നല്ല ചോദ്യമാണ്. അതായത് കേരളത്തിലാകെ STPകൾ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു ഈ STPകൾ മുഴുവൻ ഒന്നിച്ച് ടെൻഡർ ചെയ്യാം. അങ്ങനെ ഒന്നിച്ച് ടെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ കുറെ കൂടി നല്ല സംസ്ഥാന തലത്തിൽ വിളിക്കുന്ന സമയത്ത് വേൾഡ് ക്ലാസ് എക്സ്പീരിയൻസ് ഉള്ള കമ്പനികളെ നമുക്ക് കിട്ടും. അതുകൊണ്ട് ചുരുങ്ങിയ ചെലവിൽ കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ട് എല്ലാം ഒന്നിച്ച് ടെൻഡർ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ടെൻഡർ ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ STPകൾ കൊടുക്കുന്നത് കോർപ്പറേഷനുകൾക്കാണ്. കണ്ണൂർ കോർപ്പറേഷൻ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, K. സുധാകരൻ ഉൾപ്പെടെ ആ ഘട്ടത്തിൽ പറഞ്ഞു സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട ഓരോ കോർപ്പറേഷൻ കൊടുക്കണം. ഇപ്പൊ കണ്ണൂർ കോർപ്പറേഷൻ അഭിപ്രായ വ്യത്യാസം എഴുതി ഞങ്ങൾ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റിന് കത്തയച്ചു. ആ കത്തയച്ചതിന്റെ അടിസ്ഥാനത്തിൽ കണ്ണൂർ കോർപ്പറേഷനോട് പറഞ്ഞു നിങ്ങൾ STP, നിങ്ങൾക്ക് അനുവദിച്ച STP നിങ്ങൾ തന്നെ ടെൻഡർ ചെയ്തോ. അങ്ങനെ കേരളത്തിലെ മുഴുവൻ കോർപ്പറേഷനുകളിലും അനുവദിക്കപ്പെട്ട STPകളിൽ ഒന്ന് കണ്ണൂർ കോർപ്പറേഷന്റെ ആയിരുന്നു. ബാക്കി എല്ലാ STPകളും വാട്ടർ അതോറിറ്റി ടെൻഡർ ചെയ്ത് വർക്ക് അവാർഡ് ചെയ്ത് വർക്ക് ചെയ്തു. വാട്ടർ അതോറിറ്റി ടെൻഡർ ചെയ്ത് വർക്ക് അവാർഡ് ചെയ്തിട്ടുള്ള ഒരു STPയെ സംബന്ധിച്ചും പരാതിയില്ല. കണ്ണൂർ കോർപ്പറേഷൻ ടെൻഡർ ചെയ്ത് വർക്ക് അവാർഡ് ചെയ്ത STPയെ കുറിച്ചേ പരാതിയുള്ളൂ. ആ STPയാണ് പടന്നപ്പാല STP. ആ STPയാണ് ഞാൻ നേരത്തെ പറഞ്ഞ 1 MLD പടന്നപ്പാല STP. പടന്ന തോടിലേക്ക് ഇപ്പോഴും മാലിന്യം ഒഴുക്കി വിടുന്ന STP കണക്ട് ചെയ്ത പൈപ്പിന്റെ ജംഗ്ഷനുകളിലൂടെ മലിനജലം വീണ്ടും ലീക്കായി പുറത്തേക്ക് വരുന്ന ആ STPകളിലേക്ക് വൻകിട ഹോട്ടലുകളുടെ മാലിന്യം ഉൾപ്പെടെ കടത്തിവിടാൻ വേണ്ടി അനുമതി കൊടുത്ത് അഴിമതി നടത്തിയ STPയുടെ കഥയാണ് ഞാൻ പറയുന്നത്. കേരളത്തിലെ ബാക്കി എല്ലാ കോർപ്പറേഷനുകളും ടെൻഡർ ചെയ്ത STPകളിൽ 5 വർഷത്തെ 3 വർഷത്തെ DLP പീരീഡ് ഉണ്ട്. DLP പീരീഡ് എന്ന് പറഞ്ഞാൽ ഡിഫക്റ്റ് ലയബിലിറ്റി പീരീഡാണ്. DLP പീരീഡ് ഉണ്ട്. 5 വർഷത്തെ AMC ഉണ്ട്. AMC എന്ന് പറഞ്ഞാൽ ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റ് ആണ്. എല്ലാടിയും ഉണ്ട്. ഒന്നൊഴികെ കണ്ണൂർ കോർപ്പറേഷന്റെ പടന്നപ്പാലത്തെ STPയിൽ AMC ഇല്ല, ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റ് ഇല്ല. അതുകൊണ്ടാണ് 18 ദിവസം അവിടെ അടച്ചുപൂട്ടിയത്, ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റ് ഇല്ലാത്തതുകൊണ്ട്. ഈ വർക്ക് അവാർഡ് ചെയ്ത ആൾക്ക് പണം വാങ്ങിയിട്ട് നേരെ പൊടി തട്ടി പോകാനുള്ള അവസരം ഒരുക്കി കൊടുത്തു. എന്നിട്ട് ഇപ്പോ വീണ്ടും കോടികൾ ചെലവഴിച്ചുകൊണ്ട് AMCക്ക് വേണ്ടി പ്രത്യേക ടെൻഡറിൽ വിളിച്ചിരിക്കുക. അതാണ് നേരത്തെ പറഞ്ഞത്. ഇതൊക്കെ ചെയ്തത് കണ്ണൂർ കോർപ്പറേഷനിൽ മാത്രമാണ്. നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് കോർപ്പറേഷൻ ടെൻഡർ ചെയ്യുന്നതിന് ഒരിക്കലും എതിരൊന്നുമില്ല. ആവശ്യപ്പെട്ടപ്പോൾ നേരെ കൊടുത്തു. ഇത് കൊടുക്കുമായിരുന്നു. ഇത് കൊടുക്കാൻ വേണ്ടിയുള്ള ഫയലാണ് വന്നത് സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റി. ഇത് തീരുമാനിക്കേണ്ടത് സംസ്ഥാന സർക്കാരല്ല, തീരുമാനിക്കേണ്ടത് സ്റ്റേറ്റ് ലെവൽ സ്റ്റിയറിംഗ് കമ്മിറ്റിയാണ് തീരുമാനിക്കേണ്ടത്. ആര് ടെൻഡർ ചെയ്യണം തീരുമാനിക്കേണ്ടത് സ്റ്റിയറിംഗ് കമ്മിറ്റിയാണ്. അവരുടെ മുന്നിൽ ഈ ഫയൽ വന്നപ്പോൾ പറഞ്ഞു നിങ്ങൾ തട്ടിപ്പ് നടത്തുകയാണ് ചെയ്യുക, നിങ്ങൾ സംശയകരാണ്, നിങ്ങൾ നടത്തിയ ടെൻഡർ നടപടികൾ സംശയകരമാണ്, ഡൂബിയസ് ആണ് എന്ന് പറഞ്ഞ് റദ്ദ് ചെയ്യാണ്. അങ്ങനെ റദ്ദ് ചെയ്തിട്ടാണ് വാട്ടർ അതോറിറ്റി പറയുന്നത് വാട്ടർ അതോറിറ്റി ചെയ്യട്ടെ, നിങ്ങളെ വിശ്വാസമില്ല. ഇത്രയേ ഉള്ളൂ. എല്ലാ രേഖകളും ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ആ സ്വാധീനമൊക്കെ ഉപയോഗപ്പെടുത്തി ചോർത്തുകയാണ്, അത് മാധ്യമങ്ങൾക്കൊക്കെ നൽകുകയാണ് എന്നൊക്കെയാണ് ഞങ്ങൾക്ക് അറിയുന്നതിന് മുമ്പേ ഇത് വാർത്തയിലൂടെയാണ്. ഞാൻ ഈ നിങ്ങൾ കാണിച്ച സാധനം മുഴുവൻ ആരാധ്യനായ മേയറെ ദയവ് ചെയ്ത് വെബ്സൈറ്റിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് കിട്ടും. ഇതൊന്നും കോൺഫിഡൻഷ്യൽ അല്ല. ഈ കാലം മാറിപ്പോയി മേയറെ, ഇതൊക്കെ കാലം മാറിപ്പോയി. നിങ്ങളൊന്ന് ഇരുന്നിട്ടൊന്ന് റിസർച്ച് ചെയ്താൽ മതി. അതിന് ചോർത്തണ്ട.
എല്ലാ രേഖകളും സൈറ്റിലുണ്ട്. നിങ്ങളെന്താ ധരിച്ചു വെച്ചിരിക്കുന്നത്? കേരളത്തിലെ ഗവൺമെന്റ് എല്ലാം ഇങ്ങനെ ഒളിച്ചു വെച്ച് നടത്തുന്ന ഗവൺമെന്റ് ആണെന്നാണോ? എല്ലാ സേവനവും ഡിജിറ്റൽ സേവനമാക്കിയ ഗവൺമെന്റാണ് കേരളത്തിലെ ഗവൺമെന്റ്. ഞാൻ ഈ കാണിച്ച മുഴുവൻ രേഖകളും വെബ്സൈറ്റിൽ ലഭ്യമാണ്. നിങ്ങൾക്ക് കിട്ടും. മനസ്സിലായില്ലേ? മേയർക്കും കിട്ടും. ശരി, മതിയല്ലോ അല്ലേ? ഇപ്പൊ ഇതുപോലെ അതായില്ലല്ലോ, പിന്നല്ലേ അത് ഇനി നമ്മൾ ഇരിക്കുമല്ലോ. ബാക്കി എല്ലാ കോർപ്പറേഷനും എല്ലാവരും ആയല്ലോ, മറ്റു ജില്ലകളിലൊക്കെ. കണ്ണൂര് മാത്രം എന്താണ് ഇങ്ങനെ വൈകുന്നത്? വൈകിട്ടില്ലല്ലോ. നോമിനേഷൻ കൊടുക്കേണ്ടപ്പോഴും അത് ഞങ്ങള് മാതൃക സൃഷ്ടിക്കുന്നവരല്ലേ, അല്ലാതെ മാതൃക അതാ ഓരോരുത്തരുടെ. ഞങ്ങൾ ഇപ്പം പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചില്ല. യുഡിഎഫിന്റെ സ്ഥാനാർത്ഥികളെ വെയിറ്റ് ചെയ്യുകയാണ്, അവിടെ പൊട്ടിത്തെറി പ്രതീക്ഷിച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത്. എന്തായാലും സ്ഥാനാർത്ഥികൾ നോമിനേഷൻ കൊടുക്കേണ്ട സമയം കൃത്യമായിട്ട് നോമിനേഷൻ കൊടുക്കും. സ്ഥാനാർത്ഥികൾ ആരാണെന്ന് നിങ്ങളോട് പറയേണ്ട സമയത്ത് കൃത്യമായിട്ട് പറയും. ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങളുടെ തീരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. അല്ല, അതെല്ലാം അവരുടെ കാര്യമില്ല, ഞാനല്ലല്ലോ നോക്കേണ്ടത്. അതല്ല UDF ചെയ്തോട്ടെ. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ മുമ്പിൽ വന്നില്ലല്ലോ. അതാര് പറഞ്ഞു? ഞാനറിയില്ല. അല്ല, ഈ കണ്ണൂർ കോർപ്പറേഷന്റെ ഈ അഴിമതിയും അതാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. ഈ ലോകം മുഴുവൻ വേലി ഒഴിവാക്കുക. മനസ്സിലായില്ലേ? വേലി കെട്ടി പെയിന്റ് അടിക്കലല്ല ബ്യൂട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ചുരുങ്ങിയ പക്ഷം ആ അണ്ടർപാസിന്റെ അടിയിൽ ഇത് എടുക്കണമെന്നില്ല. നിങ്ങൾ ആ അണ്ടർപാസിന്റെ അടിയിലുള്ള ഈ വെള്ളം നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടല്ലോ, അത് ഒഴിവാക്കിയിട്ടല്ലേ അവിടെ പെയിന്റ് ചെയ്യേണ്ടത്. ഓട വൃത്തിയാക്കിയിട്ടല്ലേ ഓടന്റെ മുന്നിൽ മേലെ പെയിന്റ് ചെയ്യേണ്ടത്. ഓടയിൽ നിറയെ മാലിന്യം നിറഞ്ഞ് വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാത്തൊരു അവസ്ഥ ഉണ്ടാവും. എന്നിട്ട് ഓടന്റെ മേലെ പെയിന്റ് ചെയ്താൽ ബ്യൂട്ടിഫിക്കേഷൻ ആവും. എന്തൊരു കോർപ്പറേഷനായി കോർപ്പറേഷൻ. നിങ്ങൾ നോക്കൂ, ദയവ് ചെയ്തിട്ട് നിങ്ങൾ ബാക്കിയുള്ള കോർപ്പറേഷനുകളിൽ പോട്ടെ, മുനിസിപ്പാലിറ്റികളിൽ നടക്കുന്ന വർക്കിങ്ങളൊന്ന് എടുത്ത് പരിശോധിക്കും. മുനിസിപ്പാലിറ്റികൾ ഇടതുപക്ഷം ഭരിക്കുന്ന മുനിസിപ്പാലിറ്റി പോട്ടെ, നിങ്ങൾ UDF ഭരിക്കുന്ന ചില മുനിസിപ്പാലിറ്റികൾ നോക്ക്. കാരണം അത്രയധികം ഫണ്ട് വ്യത്യസ്ത പ്രോജക്റ്റുകൾക്ക് ഇപ്പൊ ഗവൺമെന്റ് നൽകുന്നുണ്ട്. എന്നിട്ട് അത് ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം ആസ്ഥാനം പോലും പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പ്രോജക്റ്റ്, അതിനെ എതിർത്ത് കേസ് കൊടുക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇങ്ങനെ ഒരു മുനിസിപ്പാലിറ്റിയെ എങ്ങനെയും തോപ്പിക്കണമല്ലോ. അത് ജനങ്ങളുടെ ആഗ്രഹമല്ലേ, ഏത് വിധേനയും തോപ്പിക്കണമല്ലോ. ജനങ്ങളുടെ ആഗ്രഹമാണ്. ആ ആഗ്രഹം ഈ മുനിസിപ്പാലിറ്റി നടക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.